ഹലോ, എല്ലാവർക്കും ബിന്ദു സ്മോൾ ചാനലിലോട്ട് ഒരിക്കൽ കൂടെ സ്വാഗതം കേട്ടോ. ഇന്ന് ഞാൻ ഒരു പ്രത്യേക തരം എള്ളുണ്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി. ആ എള്ളുണ്ട എന്ന് പറയുന്നത് നമ്മുടെ ഹെയറിൻ്റെ ഹെൽത്തിനും, എൻ്റെ ഹെയറൊക്കെ അങ്ങ് ഊരിപ്പോവാണേ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യുമെന്ന് ഓർത്തിരുന്നപ്പോഴാണ് എൻ്റെ കണ്ണിലൊരു ഇത് പെട്ടത്. നമ്മുടെ ബ്ലാക്ക് എള്ള് എന്ന് പറയുന്നത് ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളൊരു സാധനമാണ്. അതായത് ഫൈബറാണ്, ഡൈജഷന് നല്ലതാണ്, ഹെയർ ഗ്രോത്തിന് നല്ലതാണ്, ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അതിനകത്തിലാണെങ്കിൽ നമ്മുടെ സർക്കുലേഷന് ഫങ്ഷന് നല്ലതാണ്. ഇതിനെല്ലാം നല്ലൊരു ഇൻഗ്രീഡിയൻസാണ് നമ്മുടെ ബ്ലാക്ക് സിസ്മ എന്ന് പറയുന്നത്. വൈറ്റും ഉണ്ട്, ബ്ലാക്കും ഉണ്ട്. അപ്പം നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും ഇതിനകത്ത് വേറെ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഇടുന്നതെന്നും നമുക്ക് നോക്കാം. നമ്മുടെ എള്ളുണ്ടയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ നല്ല എള്ള് കഴുകി വൃത്തിയാക്കി ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതെന്താണെന്നറിയാമല്ലോ, കരിയാപ്പില കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇവിടെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതേ ഉള്ളൂ, അല്ലാത്തത് ഫ്രഷ് കിട്ടാൻ പാടാണ്. നാട്ടിലൊക്കെയാണെങ്കിൽ നല്ല ഫ്രഷ് കരിയാപ്പില കിട്ടും. അത് നമ്മുടെ വെളിച്ചെണ്ണയ്ക്കകത്ത്, എണ്ണയ്ക്കകത്തല്ല വെളിച്ചെണ്ണയ്ക്കകത്ത് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ ഞാൻ കുറച്ച് തേങ്ങ തിരികിയത് വെച്ചിട്ടുണ്ട്. തേങ്ങായും പിന്നെന്താണെന്നറിയാമോ, നമ്മുടെ ബദാം. ബദാം, ഇത് ഉണ്ട ശർക്കര. ഉണ്ട ശർക്കര നിങ്ങൾ ഓപ്ഷണലാണ്. മധുരം വേണമെന്നുള്ളവർക്ക് മാത്രം അത് ഉപയോഗിക്കാം, ഉണ്ട ശർക്കര. അല്ലാത്തവർക്ക് മധുരമില്ലാത്ത തന്നെ ഇതുണ്ടാക്കാം. ഒരു മിക്സിയുടെ ജാറെടുത്തു. ജാറിലേക്ക് ഞാൻ എള്ളിടാൻ പോവാണേ. ഞാനതിനെ ഫൈനായിട്ട് പൊടിച്ചു വെച്ചു. ഇനി നമുക്ക് ബാക്കിയും അതുപോലെ തന്നെ എല്ലാം പൊടിക്കാം. ജാറിലേക്ക് നമ്മുടെ ബദാമും നമ്മുടെ ഉണ്ട ശർക്കരയും കൂടെ ഞാൻ ചേർത്തു. ഇനി അതിലേക്ക് ഞാൻ വറുത്ത് കോരി വെച്ചിരിക്കുന്ന കരിയാപ്പില കണ്ടോ, അതും കൂടി ഇടാൻ പോവാണ്. അതും ഇട്ടു. ഈ കോക്കനട്ട് ഓയിലിലാണ് ഞാൻ വറുത്തത് കേട്ടോ. കോക്കനട്ട് ഓയിലിലേ വറുക്കാം. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ഇതിനകത്ത് ചേർക്കാൻ പോകും. ഞാൻ എള്ളുണ്ട ഉണ്ടാക്കി കണ്ടോ, നല്ല സൂപ്പർ എള്ളുണ്ട ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴേ ഞാൻ സത്യം പറഞ്ഞ ഒരെണ്ണം കഴിച്ചു. ഒരു നല്ല സൂപ്പറാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഞാനിങ്ങനെ ഹെയർ ഫോളും ഒക്കെ ആയിട്ട് വളരെ ബുദ്ധിമുട്ടി ഇങ്ങനെ പ്രയാസപ്പെട്ടിരിക്കുമായിരുന്നു കേട്ടോ. നല്ല സൂപ്പറായിട്ടുള്ള ഉണ്ടാക്കി, നല്ല ടേസ്റ്റാണ്. കഴിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. എന്നും രാവിലെ നിങ്ങൾ ടീ കുടിക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ വെറും വയറ്റിലാണെങ്കിലും ഇതെല്ലാം ഓരോന്ന് കഴിക്കുക. 1 മന്ത് കഴിയുമ്പോൾ അതിൻ്റെ റിസൾട്ട് അറിയത്തുള്ളൂ. എന്തായാലും ഇതിനകത്തിൽ ഒരു കെമിക്കൽസും ഇല്ല. എന്തായാലും നല്ല റിസൾട്ട് കിട്ടും. നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക. എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇനിയും നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.